പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം പങ്കെടുക്കുന്നത് തടയാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗൂഢനീക്കമെന്ന് ആക്ഷേപം. പരീക്ഷാ പേ ചർച്ചയുടെ 8ാമത് എഡിഷനിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഇല്ലാതാക്കാനാണ് നീക്കം നടക്കുന്നത്. കേരളം പരീക്ഷയുടെ അവസാന മണിക്കൂറിലാണ് വിവരം വിദ്യാർത്ഥികളെ അറിയിച്ചതെന്നും ആക്ഷേപം. പരീക്ഷാകാലത്തെ ആശങ്കകൾക്ക് വിരാമമിടാനും ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടാനുമായി സംവേദനാത്മകമായ പരിപാടിയായ പരീക്ഷാ പേ ചർച്ചയുടെ 8ാമത് എഡിഷനിലാണ് സർക്കാർ അവഗണന നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപവും ഉയരുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ 6 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായി ഓൺലൈൻ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമത്സരം നടത്തുന്നുണ്ട്. 2024 ഡിസംബർ മുതൽ 2025 ജനുവരി 14 വരെയാണ് ഈ ലിങ്കിലൂടെ എൻറോൾ ചെയ്യേണ്ടിയിരുന്നത്. NCERT ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് നേരിട്ട് ചോദിക്കാവുന്ന തരത്തിലാണ് പരിപാടിയുടെ ക്രമീകരണം. പരീക്ഷാ പേ ചർച്ചയുടെ വിശദാംശങ്ങൾ ഡിസംബർ ആദ്യം മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കേരളത്തിനെ അറിയിച്ചിട്ടും കേരളം പരീക്ഷയുടെ അവസാന മണിക്കൂറിലാണ് ഈ വിവരം പൊതുസമൂഹത്തെ അറിയിച്ചത്. പരീക്ഷാ പേ ചർച്ചയിൽ നിന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളെ മനഃപൂർവ്വം അകറ്റാനുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടിയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണമുയരുന്നത്. നടപടി വിദ്യാർത്ഥികളെ അവഗണിക്കുന്നതിന് തുല്യമെന്നും ആക്ഷേപമുണ്ട്. ജനം, തിരുവനന്തപുരം.